ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ലിറ്റ് ചെയ്യാനായിട്ട് താഴെ നിന്ന് ഇങ്ങനെ പിടിക്കണം, താഴേക്ക് ഇടണം. കണ്ടോ? അപ്പോൾ അത് മനസ്സിലായോ? നമ്മുടെ ആ സ്ലിറ്റ് കണ്ടോ മുകളിലേക്ക് പോയി സൈഡ്, താഴെ വശത്തേക്ക് ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക്. നമ്മൾ സ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? താഴെ നിന്ന് മുകളിലേക്ക്. നമ്മൾ 1 ഇഞ്ചല്ലേ ചെയ്ത് കൂടുതലിട്ടിട്ടുള്ളൂ, ആ 1 ഇഞ്ച് മാത്രം നമ്മളിങ്ങനെ മടക്കി പിടിക്കുക. ആദ്യം ഞാൻ ഔട്ട്ലൈനാണ് ചെയ്യുന്നത്. ഓക്കെ, ആ 1 ഇഞ്ചിൽ നമ്മളത് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് അരികിലൂടെ ഇനി നമ്മൾ സ്ലിറ്റാണ് ചെയ്യുന്നത്. 1 ഇഞ്ച് വീതിയല്ല നമ്മൾ സ്ലിറ്റ് ബോട്ടം റൗണ്ട് കൂടുതലിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 1 ഇഞ്ചിൽ ഇങ്ങനെ മടക്കിയിട്ട് അരികിലൂടെ കണ്ടോ, ആ 1 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് ഔട്ട്ലൈൻ ആട്ടോ ക്ലിയർ ആക്കി പോകുന്ന കുട്ട് പുറത്ത് നിൽക്കണം കേട്ടോ, അതേ മുകളിൽ അടിക്കണം. കണ്ടോ? ഈ പോയിന്റ് വരുമ്പോൾ നമ്മളിങ്ങനെ വിടർത്തി വയ്ക്കണം. കണ്ടോ? നമ്മൾ ആ ലോക്കിട്ട് കൊടുത്തേക്കുന്ന വിടർത്തി വയ്ക്കണം. ശ്രദ്ധിക്കണേ. ഈ പോയിന്റിൽ നമ്മൾ ശ്രദ്ധിച്ച് കയറണം കേട്ടോ. ആ പോയിന്റിൽ ഒരു സൂചി മുകളിൽ കയറിയതിന് ശേഷം സൂചി കുത്തി നിർത്തി ബാറ് പൊക്കി വയ്ക്കുക, തിരിച്ചു പിടിക്കുക. വേണ്ട, ഇങ്ങോട്ട് തിരിച്ച് വച്ചതിന് ശേഷം ഇങ്ങനെ കറക്കി ഒരു സൂചിനെ ഈ പോയിന്റിലേക്ക്, അതായത് ഇപ്പുറ സൈഡിലേക്ക് എടുത്തു വയ്ക്കുക. കണ്ടോ? തയ്ച്ചു പോകല്ലേ, ഒരു സ്റ്റിച്ച് ഇങ്ങനെ എടുത്തു വയ്ക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ചു പിടിക്കണം. കണ്ടോ? ഈ 2 വശങ്ങൾ ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടേ സ്റ്റിച്ച് ചെയ്യാവൂ. കണ്ടോ? ഇങ്ങോട്ട് തിരിഞ്ഞു വന്നു, ഒരു സൂചി നമ്മൾ പറിച്ചുകൂടെ കുത്തിയുള്ളൂ കേട്ടോ. കണ്ടോ? ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫുട്ട് പുറത്ത് വന്നില്ല നോക്കിക്ക് അരികിലൂടെ. എന്നിട്ട് ഈ ഭാഗം ചെയ്യാം. ആ 1 ഇഞ്ച് ബേസ് ചെയ്ത് നമ്മൾ പിടിച്ച് അരികിലൂടെ അടിച്ചു കൊടുക്കുക. നമ്മളിതിൻ്റെ ഔട്ട്ലൈൻ ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇത്രയും കുറച്ച് ഭാഗത്ത് തള്ള് കയറി വരുന്നില്ലേ, ആ തള്ള് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് കളയാം. ഒരേ അളവാക്കി എടുക്കണം കേട്ടോ, എങ്കിലും നമ്മളെ സ്ലിറ്റിൻ്റെ പടി മടക്കുമ്പോൾ ഒരുപോലെ വരുള്ളൂ. കേട്ടോ? അത്രയും ഭാഗം ഇത്തിരി തള്ളുണ്ടായിരുന്നു, അത് എടുത്ത് കളഞ്ഞു. ഈ സൈഡിൽ അതുപോലെ തന്നെ. നമ്മൾ സ്ലിറ്റിൻ്റെ അരികടിച്ചു. കണ്ടോ? ഔട്ട്ലൈൻ അടിച്ചെടുത്തു. എന്നാ നമ്മൾ അകത്ത് തയ്ക്കുക കേട്ടോ. മനസ്സിലാവേണ്ടത് കണ്ടോ? ഈ ഭാഗം ഇനി ഇതിനെ ഡബിൾ ഫോൾഡ് ആക്കണം. ഒന്ന് മടക്കിയിട്ട് ഈക്വൽ ആക്കി അടിക്കണം കേട്ടോ. അതെ, ഒന്ന് മടക്കിയിട്ട് ഒത്തിരി ഇതിങ്ങനെ അകത്തേട്ട് ഇങ്ങനെ പോകുന്നിട്ട് അവിടെ ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ നല്ല വശം ഇങ്ങനെ കമള പോലെ വരും, എന്താ ബബിൾസ് പോലെ ഉണ്ടാവും. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ഈക്വൽ ആക്കണം. ഒരുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതുണ്ട മടക്കം. മനസ്സിലായോ? നമുക്ക് സ്ലിറ്റ് വീതി കുറച്ച് മതി, അതനുസരിച്ച് നമുക്ക് ഒതുക്കി കളയാം കേട്ടോ. ഇനി ഇതിൻ്റെ ഫുട്ട് പുറത്ത് നിൽക്കത്തക്ക വിധം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഡബിൾ ഫോൾഡ്, ഒന്ന് മടക്കിയിട്ട് ഒന്നോടെ മടക്കി ഒരുപോലെ കൈ ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. നേരെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ തയ്ക്കാവൂ. ഒരു കൈ ഇവിടെ കൊടുക്കാം കേട്ടോ. ഇനി ഇവിടെ വരുമ്പോൾ ഈ പോയിന്റ് ഉണ്ടോ, ഇവിടെ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ 2 സൂചി ഇങ്ങോട്ട് കയറ്റി മടക്കണം കേട്ടോ. മുകളിലേക്ക് ഇങ്ങനെ കയറ്റി മടക്കണം. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. കണ്ടോ? വരുന്നുണ്ടോ? ഇവിടെ തയ്ച്ച് ഈ പോയിന്റിൽ നിന്ന് 2 സൂചി മുകളിലേക്ക് ഇങ്ങനെ കയറണം കേട്ടോ. ആ പോയിന്റിൽ നിന്ന് 2 സൂചി മുകളിലേക്ക് ഇങ്ങനെ കയറിയതിന് ശേഷം
സൂചിനെ കുത്തി നിർത്തി ബാർ പൊക്കിയിട്ട് തിരിച്ചത് ഇങ്ങനെ പിടിക്കാം. കണ്ടോ? ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വെക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഭാഗവും ഡബിൾ ഫോൾഡ് ആയിട്ട് മടക്കി കൊടുക്കുക. ഇങ്ങനെ ചുരുട്ടിയൊന്നും മടക്കല്ല, നേരെ ഇങ്ങനെ വെച്ചിട്ട് കൈ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നേരെയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇനി ഇങ്ങോട്ട് തയ്ച്ചെടുക്കണം. ഇതിലേക്ക് ഇങ്ങോട്ട് തയ്ച്ച് വരണം. ഓക്കെ, സൂചി കുത്തി നിർത്തി ബാർ പൊക്കിയിട്ട് തിരിച്ചു തയ്ക്കില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ ഫുട്ട് പുറത്ത് വരണം കേട്ടോ. ഒന്ന് മടക്കി ഒന്നോടെ മടക്കി ഇതുപോലെ തന്നെ ചുരുണ്ട് പോകാതെ കൈ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യണേ. ഇവിടെ ഒന്ന് വളഞ്ഞ് പോകാതെ തയ്ക്കണം കേട്ടോ. കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, നമ്മൾ സ്ലിറ്റ് ഈ സൈഡും തയ്ച്ചു, ഈ വശം തയ്ച്ചു. രണ്ട് ഭാഗം നമ്മളിങ്ങനെ അടിച്ചെടുത്തു. മറ്റേ സൈഡും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ. ശേഷം നമുക്ക് താഴ്ഭാഗത്ത് എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഒന്നിങ്ങനെ അരയിഞ്ച് ടു അരയിഞ്ച് കേട്ടോ, അരയിഞ്ച് ഇങ്ങനെ മടക്കി ഈ അരികത്തോടെ അടിച്ചെടുക്കാം.